മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നത്തെ ദിവസത്തിന്റെ പാക് ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടാനുള്ള സർവകക്ഷി സംഘത്തിന്റെ യാത്രയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ കേട്ടുപരിചയമില്ലാത്തതാണ് ഇങ്ങനെ ഒരു നയതന്ത്ര ദൌത്യം. JDU നേതാവ് സഞ്ജയ് ഝാ, ശിവസേന നേതാവ് ശ്രീകാന്ത് ഷിൻഡെ എന്നിവർ നയിക്കുന്ന സംഘമാണ് ഇന്ന് യാത്ര തിരിക്കുന്നത്. സഞ്ജയ് ഝാ നയിക്കുന്ന സംഘം ആദ്യം ജപ്പാനിലാണ് പോകുന്നത്. UAE-യിലേക്കാണ് ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം പോകുന്നത്. 3 സംഘങ്ങളുമായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ നമ്മുടെ നയതന്ത്ര പ്രതിനിധികളൊക്കെ സന്ദർശനം നടത്തുന്നത് മുൻപും പതിവാണെങ്കിലും ഇത് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്ന് പറയാം. കാരണം നമ്മൾ എങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ പോലൊരു ദൗത്യത്തിലേക്ക് എത്തിച്ചേർന്നതെന്നും എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നും വിശദീകരിക്കാനുള്ള ഒരു വലിയ നയതന്ത്ര ദൗത്യം തന്നെയാണ്, ഒരു നെറ്റ്വർക്കിംഗ് തന്നെയാണ് നടക്കുന്നത്. ഇന്ന് പുറപ്പെടുന്ന 2 സംഘങ്ങളുടെ യാത്രാ പരിപാടികളൊക്കെ എങ്ങനെയാണ്? ശ്രീജ, ഗുഡ് മോർണിംഗ്. മറ്റൊരു നയതന്ത്ര നീക്കത്തിന് ഇന്ത്യ ഏതായാലും ഈ ഘട്ടത്തിൽ തുടക്കമിടുകയാണ്. കാരണം ഇന്ന് 2 സംഘങ്ങളാണ് യാത്ര തിരിക്കുന്നത്. അതിലൊന്ന് സഞ്ജയ് ഝാ, JDU നേതാവാണ് സഞ്ജയ് ഝാ നയിക്കുന്ന സംഘം. മറ്റൊന്ന് ശിവസേന നേതാവ് ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘം. ഈ 2 സംഘങ്ങളാണ് ഇന്ന് യാത്ര പുറപ്പെടുക. ആദ്യം ഏതായാലും ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘം പോകുന്നത് UAE-യിലേക്കാണ്. ഒപ്പം തന്നെ ലൈബീരിയ, കോങ്കോ, സൈറ ലിയോൺ തുടങ്ങിയ രാജ്യങ്ങളും ഈ സംഘം സന്ദർശിക്കും. സഞ്ജയ് നയിക്കുന്ന സംഘം പോകുന്നത് ജപ്പാനിലാണ്. ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളും ഇവർ സന്ദർശിക്കുന്നുണ്ട്. ഇന്നലെ ഏതായാലും വിദേശകാര്യ സെക്രട്ടറി 3 സംഘങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ഈ 2 സംഘങ്ങൾക്ക് പുറമെ നാളെ പുറപ്പെടുന്ന കനിമൊഴി നേതൃത്വം നൽകുന്ന സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. അതിൽ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കണമെന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. കാരണം പല തെളിവുകളും പലപ്പോഴായി പാകിസ്ഥാന് ഇന്ത്യ കൈമാറിയിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല ഭീകരരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. അപ്പോൾ അക്കാര്യങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഏതായാലും വിദേശകാര്യമന്ത്രി ഈ സംഘാംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് നയിച്ച സാഹചര്യം, വെടിനിർത്തൽ കരാർ എങ്ങനെ നിലവിൽ വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നലെ വിശദീകരിക്കുകയുണ്ടായി. കാരണം US അടക്കം അവകാശപ്പെട്ടിരുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടലാണ് അതിലേക്ക് നയിച്ചതെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, 2 രാജ്യങ്ങൾ തമ്മിൽ നടന്ന ചർച്ചയാണ്. അതിൽ തന്നെ പാകിസ്ഥാനാണ്, പാക് DGMA ആണ് ഇത്തരത്തിൽ വെടിനിർത്തൽ കരാറിന് സന്നദ്ധ അറിയിച്ചുകൊണ്ട് ആദ്യം രംഗത്ത് വന്ന കാര്യം പറഞ്ഞു. കൂടാതെ ഇൻഡസ് വാലി ട്രീറ്റി, സിന്ധു നദീജല കരാർ എന്തുകൊണ്ട് അത്തരമൊരു നടപടിയിലേക്ക് ഇത്രയും കാലത്തിനിടയിൽ ഇന്ത്യ ആ നിലപാടിലേക്ക് കടന്നു എന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. അത് കേവലം വൈകാരിക തലത്തിലുണ്ടായതല്ല, മറിച്ച് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. എന്തുകൊണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നു എന്ന കാര്യങ്ങൾ കൂടി അറിയിക്കാൻ കൂടി അംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഈ പട്ടിക നോക്കിയാൽ തന്നെ നമുക്കറിയാം, പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്ക് പുറമെ ലൈബീരിയ, കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ പേരുകൾ നമുക്ക് ഈ പട്ടികയിൽ കാണാം. അതിന് കൃത്യമായ നീക്കമുണ്ട്, ലക്ഷ്യമുണ്ട്. കാരണം ഇതിൽ പല രാജ്യങ്ങളും അടുത്ത വർഷം ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ അംഗങ്ങളാകും. കാരണം സെക്യൂരിറ്റി കൗൺസിലിൽ 5 സ്ഥിരാംഗങ്ങളും ഒപ്പം തന്നെ 10 പേരുടെ 10 പേർക്ക് 2 വർഷത്തേക്ക് കാലാവധി ഉൾപ്പെടെ അങ്ങനെ 10 രാജ്യങ്ങളെ അധികമായി ഉൾപ്പെടുത്താറുണ്ട്. നിലവിൽ 2005 ജനുവരി 1 മുതൽ പാകിസ്ഥാൻ ഇത്തരത്തിൽ ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിലിൽ അംഗമാണ് 2 വർഷത്തേക്ക്. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ രാജ്യങ്ങൾ ഈ വർഷം വരാനിരിക്കുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ആ രാജ്യങ്ങളുടെ കൂടി പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് ഇന്ത്യക്കുള്ളത്. കാരണം ലാത്വിയ ആകട്ടെ, കോങ്കോ, ബഹ്റിൻ, ലൈബീരിയ, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങൾ 2026 ജനുവരി 1 മുതൽ ഇത്തരത്തിൽ UNSCയുടെ ഭാഗമാകും. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള നയതന്ത്ര നീക്കത്തിലേക്ക് കൂടി ഇന്ത്യ കടക്കുകയാണ്. ഏതായാലും 2 സംഘങ്ങൾ ഇന്ന് യാത്ര പുറപ്പെടും. ശശി തരൂരും ഒപ്പം തന്നെ രവിശങ്കർ പ്രസാദും ബൈജയന്ത് പാണ്ഡെയും ഒക്കെ തന്നെ നയിക്കുന്ന സംഘം അതിനുശേഷം പുറപ്പെടും. അവരുമായുള്ള കൂടിക്കാഴ്ച, വിദേശകാര്യ സെക്രട്ടറിയുടെ കൂടിക്കാഴ്ച ഇന്നോ നാളെയോ ഉണ്ടാവുകയും ചെയ്യും. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ചരിത്രപരമായ ദൗത്യത്തിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ കടക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് ലോകരാജ്യങ്ങളെ, നമുക്കൊപ്പം സഹകരിക്കുന്ന മറ്റു രാജ്യങ്ങളെ കൂടി ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നയതന്ത്ര ദൗത്യം ഇന്ന് ആരംഭിക്കുന്നത്.